ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇച്ചൂസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗും പറയുന്നത് റമദാനൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണാം. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത് ളുഹ്ർ നിസ്കാരത്തിന് ശേഷമാണ്. ളുഹ്ർ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് പിന്നാണ് ഞാൻ ഈ ക്ലീനിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആക്കുമ്പോൾ ചിലപ്പോൾ നിസ്കാരമെല്ലാം കള്ളാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ളുഹ്ർ നിസ്കരിച്ചിട്ട ശേഷമാണ് ഞാൻ പണി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിസ്കാര കുപ്പായെല്ലാം അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു വാഷ് മെഷീനിലേക്ക്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ പിന്നെ കന്തൂർ അതെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്നിച്ചാണ് ഞാൻ ഇട്ടത്. മറ്റു ഡ്രസ്സിൻ്റെയൊക്കെ അല്ല, ഈ നിസ്കരിക്കുമ്പോൾ നമ്മൾ യൂസാക്കുന്നത് മാത്രം ഒക്കെ ഇട്ടിട്ട് കഴുകിയെടുത്ത്. പിന്നെ വാഷ് മെഷീനിലേക്ക് സർപ്പും കാര്യങ്ങളെല്ലാം അലക്കാൻ ഇട്ട ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിന്. ഇവിടെ നമ്മൾ ഡ്രവറിൽ കുറേ സാധനം ഉണ്ടാവും. എന്തായിട്ട് നമ്മൾ എത്ര ഒരുക്കി വെച്ചാലും പിന്നും അതിൻ്റെ ഉള്ളിൽ പിന്നും സാധനം കൂടിക്കൊടുക്കും. അങ്ങനെ ഞാനൊരു കവറിലേക്ക് അതിലുണ്ട് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തു. എന്താ വെച്ചാൽ അവിടെ ഒന്ന് ഒത്തരാക്കാത്തന്നെ. അങ്ങനെ അവിടുത്തെ പൊടികളെല്ലാം ക്ലീൻ ആക്കാനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടായി. അതിലേക്ക് ജസ്റ്റ് വെള്ളം പോലെ ആക്കിയിട്ട് അത് ഫുള്ളൊന്ന് തോർത്തിയെടുത്ത്, പിന്നെ ഞാനിവിടെ സൈഡ് വെക്കുന്ന പൗഡർ പെർഫ്യൂം എല്ലാം വെക്കുന്ന സ്ഥലത്തും ജസ്റ്റ് പൊടി ഉണ്ടായിന്. നമ്മൾ എത്ര തോർത്തിയെങ്കിലും നമ്മൾ സാധനം വെക്കുന്നിടത്ത് ജസ്റ്റ് ആയിട്ട് പൊടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ അവിടെയും ഒന്ന് ജസ്റ്റ് തോർത്തിട്ടെല്ലാം എടുത്ത്. പിന്നെ ക്ലീൻ ആക്കുന്നത് മിററാണ്. അപ്പോൾ ഗ്ലാസ് ക്ലീനർ തന്നെ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അമ്മേനെ അത് നല്ല ക്ലീൻ ആവുന്നുണ്ട്. ടിഷ്യൂ പേപ്പറിലൊന്ന് ജസ്റ്റ് നമ്മൾ അതൊന്ന് തോർത്തി കൊടുത്താൽ മതി, അപ്പം നല്ല വെട്ടിത്തിളങ്ങും. അങ്ങനെ നമ്മൾ ആ ഒരു പണി കഴിഞ്ഞ പിന്നെ നമ്മൾ അധികം സാധനം വെക്കുന്നത് തന്നെ ബെഡ് സൈഡ് കിട്ടുന്ന ഡ്രവറിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലാപ്പും പിന്നെ ഇങ്ങനെ അതിൻ്റെ ചാർജിങ്ങും എല്ലാ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതൊന്നെല്ലാം എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ച് തോർത്തുന്നതൊക്കെ പറഞ്ഞാലും ഡെയിലി നമ്മൾ ഈ ഡവറിൻ്റെ ഉള്ളിലൊന്നും ക്ലീൻ ആക്കാൻ നിൽക്കില്ല, അപ്പോൾ എപ്പോഴെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കച്ചറ ക്ലീൻ ആക്കാനെല്ലാം ഉണ്ടാവും. അങ്ങനെ ഫുള്ള് ക്ലീൻ ആക്കിയ പിന്നെ നേരെ പോയത് ബെഡ്ഷീറ്റ് വിരിക്കാനാണ്. അപ്പോൾ മുമ്പുണ്ടായ ബെഡ്ഷീറ്റ് എടുത്ത് പിന്നെ നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് അതിലേക്ക് പിരിച്ച് മറ്റത് അലക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളൊന്ന് പിരിച്ച് കൊടുക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ക്ലീനാക്കുന്ന ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് മടി വരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അതും നമ്മളെ റൂമും ബെഡും എല്ലാം നമ്മൾ ക്ലീനാക്കിയിട്ട് വെച്ചാൽ വേറെ തന്നെ ഫീലാണ്. അതുകൊണ്ട് തന്നെ പില്ലോ കവറിലിട്ട് പില്ലോ എല്ലാം നമ്മളൊന്ന് വെച്ച് കൊടുത്ത് ഇങ്ങനത്തെ ഒന്ന് ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലതാണ്. നല്ലൊരു സ്മെല്ലാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി അത് വെക്കാറുണ്ട്. റൂമിൽ തന്നെയാണ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ക്ലീൻ ആക്കാൻ കഴിഞ്ഞത് തന്നെ കിച്ചണാണ്. കിച്ചണിൽ നമ്മൾ ഫുഡ് ഐറ്റംസ്, അപ്പോൾ നമ്മളെ പൊടികളെല്ലാം ഉണ്ടാവും കറിക്കിടുന്നത്, അപ്പോൾ അതെല്ലാം വെക്കുന്നതാണ് ഞാനിവിടെ. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഞാൻ പിന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പൊടിയെല്ലാം എന്തായിട്ടും ഉണ്ടാവും, ഞാൻ അധികം ക്ലീൻ ആക്കുന്നതുമാണ്, എന്നാലും പൊടിയെല്ലാം ഉണ്ടാവും. അവിടെ ഉണ്ടായ സാധനമെല്ലാം എടുത്ത് പിന്നെ ഞാനൊരു തുണി എടുത്ത് അത് ഒരു ജസ്റ്റ് വെള്ളമാക്കിയിട്ട് പിന്നെ അത് മൊത്തത്തിൽ ഞാനൊന്ന് തോർത്തിയെടുത്ത്. അവിടെ കുറച്ച് പൊടിയും എല്ലാം ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഫുള്ള് തോർത്തിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കറയെല്ലാം പിടിച്ചെടുത്ത് അത് അളാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ തോർത്തിയെടുത്ത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് പാത്രങ്ങളെല്ലാം കഴുകാൻ വിചാരിച്ച് നമ്മൾ യൂസാക്കാത്ത അധികം പാത്രങ്ങളെല്ലാം പൊടി പിടിച്ച് കിടന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ ആ ഒരു പാത്രങ്ങളെല്ലാം എടുത്തിട്ട് കഴുകാനിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസാക്കുന്ന ഗ്ലാസ്സും പാത്രമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഡെയിലി കവുന്നുകൊണ്ട് തന്നെ അത്ര പൊടിയായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ യൂസാക്കാത്തത് മാത്രമാണ് ഞാൻ കവാനായിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ബോക്സ് അങ്ങനത്തെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകിയ ശേഷം പിന്നെ ഞാൻ അതിലൊരു വലിയൊരു പാത്രത്തിലേക്ക് അതൊന്ന് കമിഴ്ന്ന് വെച്ചിട്ടുണ്ട്, വെള്ളമെല്ലാം ഒന്ന് ആറി കിട്ടാൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ നമ്മളെ കുറേ ബോക്സെല്ലാം ഉണ്ടാവും, നമ്മൾ മുളകുപൊടി ഇടുന്നത് പിന്നെ കൊത്തമ്പാരി അങ്ങനെ ഇടുന്നെല്ലാം ബോക്സ് ഉണ്ടാവും. അതിലേക്കെല്ലാം ജസ്റ്റ് എണ്ണമയം പോലെ പിടിച്ചിട്ടുണ്ടാവും. അതൊന്ന് ഞാൻ തോർത്തിയെടുക്കുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ബാൽക്കണീൻ്റെ അടുത്തുണ്ട് വിൻഡോ എല്ലാം ഒന്ന് തോർത്താൻ വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ അധികം ടിഷ്യൂ പേപ്പറും പിന്നെ ഗ്ലാസ് ക്ലീനറെല്ലാം എടുത്ത് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. വിൻഡോൻ്റെ പുറം ഭാഗത്ത് നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഫുള്ള് ഞാൻ തോർത്തി കൊടുത്ത്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെയറ് ടേബിളൊന്നും ഞാൻ കയറ്റുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. എത്രയും നീറ്റിൽ വെച്ചെങ്കും പിന്നും ഇതുപോലെ ചുരുണ്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഡ്രസ്സ്. അതുകൊണ്ട് ഞാൻ പിന്നും അതിനെല്ലാം എടുത്തിട്ട് ഒന്ന് നല്ല നീറ്റായിട്ട് പിന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് ഞാൻ രാവിലെ തന്നെ
വാഷ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ടായിന്. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഉണങ്ങിയ ശേഷം ഞാനെല്ലാം ഒന്ന് മടക്കി വെച്ച് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് പിന്നെ ഫ്രിഡ്ജൊന്നും ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിട്ട. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ എന്തങ്ങനെ കറയോ കച്ചറയോ ഒന്നും ഉണ്ടായിട്ട. ഇതിൻ്റെ അടുക്കാണ് ഞാൻ ഈ ഫ്രിഡ്ജൊന്ന് കയറ്റി വെച്ചത്. അതൊന്നും എന്തും ഉണ്ടായിട്ട. പിന്നെ എല്ലാം ഒന്ന് ഒത്തരാക്കുമ്പോൾ ഇതും കൂടി ഒത്തരാക്കാൻ വിചാരിച്ചുകൊണ്ട് എല്ലാ സാധനവും പുറത്ത് വെച്ച് പിന്നെ അതിൻ്റെ ക്ലാസ് എടുത്ത് കവ്വാൻ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഫുള്ള് തോർത്തുമ്പോൾ ഒന്നും ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഷോർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊന്ന് കയറ്റെടുത്തിട്ടുണ്ട്. അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകിയ ശേഷം ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിനൊന്ന് തോർത്തിയെടുക്കുന്നുണ്ട്. അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് വേഗത്തിൽ. പിന്നെ ബാക്കിയുണ്ടായ ക്ലാസ്സിലേക്ക് ഞാൻ കയറ്റെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കഴുകിയ ശേഷം ഉണങ്ങാൻ വേണ്ടിയിട്ട് ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ തോർത്തിയെടുത്തിട്ടുള്ളത്. കിച്ചണിൻ്റെ ഒരു വകയിലെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സ്പ്രേ അടിച്ചിട്ട് കയറ്റെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒന്ന് കയറ്റെടുക്കുന്നുണ്ട്. സൈഡിൻ്റെ എല്ലാ ടെൽസിലെല്ലാം ഞാൻ കവുന്നുണ്ട്. അങ്ങനെ ഏകദേശം കിച്ചണിൻ്റെ എല്ലാം ക്ലീനിങ് കഴിയാനായിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് വെള്ളമെല്ലാം കൂട്ടിയിട്ട് ഒന്ന് തോർത്താൻ മാത്രമേ ഉള്ളൂ. പിന്നെ താഴെയെല്ലാം നമ്മൾ സാധനം വെക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്നും ജസ്റ്റ് ഞാൻ തോർത്തിട്ടെല്ലാം ഉണ്ടായിന്. ഒന്ന് സ്പ്രേ എല്ലാം അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തുറത്തിട്ടെടുക്കാം. അവിടെ ജസ്റ്റ് ഇങ്ങനെ വെള്ളമെല്ലാം തെറിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറ നിൽക്കും. ലാസ്റ്റായിട്ട് നമുക്ക് പണിയും ചെയ്യുന്നത് അടിക്കാനും തോർത്താനാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിക്കുമ്പോഴൊക്കെ സോപ്പ് ചെയ്യും. അവിടെ ഉണ്ട് എന്തെല്ലാം നമുക്ക് സാധനം ഉണ്ട് അതെല്ലാം ഒന്ന് വലിച്ചിട്ട് വേണം അടിക്കാൻ. എന്താ വെച്ചാൽ അതിൻ്റെ അടിയിലെല്ലാം നല്ല പൊടിയും കച്ചറെല്ലാം കാണും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാത്രം അടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ മൊത്തം വെളിച്ചടിച്ച് പിന്നെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തോർത്താനാണ് ഉള്ളത്. അങ്ങനെ ഞാനൊരു മഫ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് മഫും നല്ലോണം മുക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ തോർത്തിട്ടുണ്ട്. അതിനകത്ത് നല്ല വെള്ളത്തിലാണ്, എന്നാലേ അവിടെ ഉണ്ടായ കറയെല്ലാം പോവും. പിന്നെയാണ് നമ്മൾ നല്ല പിഴിഞ്ഞിട്ട് തോർത്തേണ്ടത് 2-3 വട്ടം. അങ്ങനെ ചെയ്തിട്ട് തോർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, എല്ലാം ഷോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒന്ന് വാഷ്റൂമെല്ലാം ക്ലീനാക്കി പിന്നെ നമുക്കൊന്ന് കിച്ചണിൽ വരാനുണ്ടായിന്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂമിനെ കാണുമ്പോൾ ഒരു സന്തോഷവും സമാധാനമാണ്. എന്താ വെച്ചാൽ ഫുള്ളായിട്ട് നമുക്കൊരു ക്ലീനിങ് ആയിട്ട് കാണുമ്പോഴേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ചായ കുടിക്കാൻ വിചാരിച്ചുകൊണ്ട് ചായ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടിക്കാം. അങ്ങനെ ചായക്ക് കൂട്ടാനുണ്ടായത് പപ്സും സാൻഡ്വിച്ചും ആണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയൊന്നല്ല, പുറത്തുനിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ രണ്ടാളും ചായയും കുടിച്ച്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക.